ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസും ഒരുപാട് കോൾസും ആയിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മുടെ സിവിക്കിന് എത്രത്തോണ്ട് മെയിൻ്റനൻസ് വരുന്നുണ്ട്, എങ്ങനെയാണ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്, എന്തെല്ലാം പണികൾ വരാം, പുതിയൊരു സിവിക്ക് എടുക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാൻ എന്താണ് ആ വണ്ടിയിൽ നോക്കേണ്ടത്, എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ വണ്ടിയിൽ നമുക്ക് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുക, മെസ്സേജ് ചോദിക്കുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലർക്കും അതൊരുപാട് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടി മൊത്തത്തിൽ വാഷ് ചെയ്യുന്നുണ്ട്. വണ്ടി ആ കച്ചറയായിട്ട് ഇരിക്കുകയാണ്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഒരു ഡ്രൈവ് എന്നുള്ള ലെവലിൽ ഞാൻ ഫുള്ള് മെയിൻ്റനൻസും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയുകയും ചെയ്യുക, നമ്മുടെ ഡ്രൈവും കാര്യങ്ങളും എൻജോയ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. വണ്ടി ഫുള്ള് കച്ചറയായിട്ട് എടുക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കച്ചറയാണ് മൊത്തത്തിൽ ആകെ അലമ്പായിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായി വാഷ് ചെയ്തിട്ട്, കാരണം കുറച്ച് ദിവസങ്ങളായി എടുത്തിട്ട്. സോ വാഷ് ചെയ്യാനുള്ള ഷാമ്പും ക്ലോത്തും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് വാഷിങ് തുടങ്ങാം. പിന്നെ നമുക്ക് ഓവറായിട്ട് ചളി എന്ന് പറയാനില്ല, കുറച്ചിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നേ ഉള്ളൂ. പറ്റിപ്പിടിച്ച് കിടക്കണ ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊടി ആയതുകൊണ്ട് നമുക്ക് ഈ പ്രഷർ വാഷറിൽ അടിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം പോവും. എന്നാലും നമ്മൾ ഷാമ്പു ഇട്ടിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എപ്പോൾ കഴുകുകയാണെന്നുണ്ടെങ്കിലും ഷാമ്പു യൂസ് ചെയ്യുന്നത് ബെറ്ററാണ്. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വണ്ടർ മുകളിലുള്ള പൊടി മൊത്തത്തിൽ നല്ലോണം പ്രഷർ വാഷ് ചെയ്തിട്ട് നല്ലോണം കളഞ്ഞതിന് ശേഷമാണ് ഷാമ്പു ഇടാൻ പാടുള്ളൂ. കാരണം ഷാമ്പു ഇട്ടിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിന് മുന്നേ പറ്റി പിടിച്ചിരുന്ന ചളികൾ അതുപോലെ പൊടി കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് പ്രഷർ വാഷ് ചെയ്തിട്ട് കളഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ വണ്ടി നല്ലോണം സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതെന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടിക്ക് ഈ സൈഡിലൊരു സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. സി, ഈ കാണുന്ന സ്ക്രാച്ചാണ് കേട്ടോ. റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു മതിലിൻ്റെ മുകളിൽ പോയിട്ട് കയറിയതാണ് കേട്ടോ സ്ക്രാച്ച്. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ ഒരു ടൈമിൽ, കാരണം കയ്യിന് ചെറിയ ഇഷ്യൂ പറ്റിയിട്ട് ഞാൻ റസ്റ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നത്. സോ ആ ഒരു ടൈമിൽ പറ്റിയിട്ടുള്ളതാണ് ആ ഒരു സ്ക്രാച്ച്. ഓക്കെ, ഇത് മാത്രമൊന്നുമല്ല, അവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചില സ്ക്രാച്ചുകളുണ്ട്. പക്ഷേ നമ്മുടെ നിന്ന് പറ്റിയ, അതായത് വണ്ടി പോയി തട്ടി എന്നുള്ള ലെവലിൽ പറ്റിയ സ്ക്രാച്ച് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിലുണ്ട് ബമ്പറിന് താഴെ, അത് പിന്നെ ലോവേഡ് ആയതുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞാലും സ്ക്രാച്ച് ആവും. അത് പിന്നുള്ളതാണ് ബമ്പറിൻ്റെ താഴെ വരുന്നത്. അങ്ങനെ ഞാൻ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിയതും. ഞാൻ അധികം ലാഗ് ആക്കണില്ല, പെട്ടെന്ന് തന്നെ വാഷിങ് കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നമുക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ, അതായത് നമുക്ക് എത്രത്തോണ്ട് ചിലവ് വരുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ചളിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ടയറിൻ്റെ മുകളിൽ നിന്ന് അടിച്ച് കയറുന്ന ചളിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡോറിൻ്റെ മുകളിലും താഴെ ആ ഷർട്ടിൻ്റെ മുകളിലൊക്കെ കാണുന്നത്. നല്ലോണം നമ്മൾ പ്രഷർ വാഷ് ചെയ്തിട്ട് ഫുള്ള് കളഞ്ഞിട്ട് വേണം നമ്മൾ ഷാമ്പു ഇട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്തത് സ്ക്രാച്ചാണ്. ഒരു നിമിഷം നെഞ്ചൊന്നു പിടച്ചു, എന്തോ പറ്റിപ്പിടിച്ചാണ് കേട്ടോ. ആ പോയി, എവിടെ നിന്നൊന്ന് സ്ക്രാച്ചത്? പുതിയൊരു സ്ക്രാച്ചാണല്ലോ, കണ്ടിട്ടില്ലല്ലോ നമ്മൾ. വീലെല്ലാം ആകെ ചളി പിടിച്ചിട്ട് ഒരു തരം ബ്രൗൺ കളറായിട്ട് അടിക്കണം, മണ്ണ് പിടിച്ചിട്ട്. സി, ഇവിടെയൊക്കെ സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്നതാണ്. കാരണം എൻ്റെ നാട്ടിലുള്ള റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കച്ച റോഡാണ് കേട്ടോ. ഭരിക്കുന്നത് കണ്ടിട്ട് കാര്യമുള്ളൂ. പിന്നെ ഓട്ടിയാണ് ആൾക്കാരും പറയണം. സ്കേർട്ട് മൊത്തത്തിൽ ഇളകി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എപ്പോഴാണ് ഊരി പോരാന്നറിയില്ല. കാരണം ഫുള്ള് പമ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുള്ള് ഫസ്റ്റ് ലോഡാവുന്ന സ്കേർട്ടാണ്.
അപ്പം അങ്ങനെ ഇളകിയിട്ടുള്ളതാണ് സ്കേർട്ട്. ഓൾറെഡി നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് ഇളകി. ഇനി അത് ക്ലിയർ ആക്കണം. ഡ്രൈവിങ്ങിലൊക്കെ ഊരി പോവാതിരുന്നാൽ മതി. നമുക്ക് ആക്ച്വലി ഷാമ്പൂ മെഷീനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ അതിനേക്കാളൊക്കെ നമുക്കിഷ്ടം ഇങ്ങനെ ബക്കറ്റിലൊഴിച്ച് ഷാമ്പൂ ഒഴിച്ച് അത് പതപ്പിച്ച് ആ പതോട് കൂടിയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാനാണ് കേട്ടോ നമുക്കിഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റിലേക്ക് ആക്കുന്നത്. ഷാമ്പൂ കഴിഞ്ഞ് ഇനി വേറെ മേടിക്കണം. പതപ്പിച്ചിട്ട് ആ പതോട് കൂടിയിട്ട് നമ്മൾ അത് ബോഡിയിലേക്ക് കഴുകും. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ ഉണ്ടോ. യെസ്, അയ്യോ ബോഡി ജസ്റ്റ് മിസ്. ക്ലോത്തൊന്ന് ഒന്നതാവാൻ വേണ്ടിയിട്ട്, വെള്ളമായി കഴിഞ്ഞാലാണ് ഒന്ന് കുതിരുള്ളൂ. മൈക്രോ ഫൈബറാണ് ക്ലോത്ത് വന്നിട്ട്, ഒന്ന് വെള്ളമായാലാണ് ഒന്ന് കുതിരുള്ളൂ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പതയാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വണ്ടിയുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കഴുകുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. അത് വണ്ടി മൊത്തം ഇങ്ങനെ ഫോമാക്കിയിട്ട് നമുക്ക് കഴുകുമ്പോൾ ഒരു ഫീൽ, ആ ഒരു ഫീൽ കിട്ടില്ല നമുക്ക്. ഇങ്ങനെ പതയിൽ മുക്കിയിട്ട് എടുത്തിട്ട് കഴുകണം. മോനിയാ നിങ്ങൾ ക്ലാസ്സില്ലേ എനിക്ക്? എന്തേ എന്ത് പനി? പിന്നെ നമ്മൾ ബോഡി മൊത്തം വാഷ് ചെയ്തതിന് ശേഷമാണ് ഏറ്റവും താഴത്തേക്ക് ചളിയുള്ളിടത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തുണിൻ്റെ മുകളിൽ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ബോഡിയിൽ സ്ക്രാച്ച് ആവും. സോ നമ്മൾ ബോഡി വരച്ചതിന് ശേഷം ഫുള്ള് കഴിഞ്ഞു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് താഴത്തെ ഭാഗം നമ്മൾ ഈ തുണി വെച്ചിട്ട് കഴുകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഫോം ഇട്ട് ക്ലീൻ ആക്കിയിട്ട് ഉണങ്ങി പിടിക്കാനായിട്ട് മുന്നേ ഉണങ്ങി പിടിച്ച് വരുന്നുണ്ട്. ഉണങ്ങി പിടിക്കാനായിട്ട് മുന്നേ ഫുള്ള് വെള്ളം അടിച്ചിട്ട് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അതും പാടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ള് ഫോം നമുക്ക് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ പിന്നെ അതൊരു പാടായി പിടിക്കാൻ സാധ്യതയുണ്ട്. ഫൈനലി കാശ് നമ്മുടെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് വൈപ്പ് ചെയ്ത് ക്ലീനാക്കി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവിന് ഇറങ്ങാം. പിന്നെ ഡ്രൈവിന് ഇറങ്ങുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഉത്രളിക്കാവ് പൂരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നല്ല റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീനാക്കിയത് നല്ല കുട്ടപ്പനായിട്ട് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയുണ്ട് മാഷാഅല്ലാഹ്. വണ്ടി കഴുകിയ ആ ഒരു ബ്ലാക്ക് ലുക്കിനൊക്കെ എടുക്കണതാണല്ലോ, വേറെ തന്നെ ഒരു ലുക്ക് തന്നെ ഉണ്ടോ. ആ ഒരു ഫീൽ വേറെ തന്നെയാണ്. അപ്പോൾ അധികം ലാഗ് ആക്കണില്ല. നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങായി. അത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ വീണ്ടും മാറിയിട്ടാണ്. നമ്മൾ വീൽസ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ആ വീൽസ് ചേഞ്ച് ചെയ്ത സമയത്ത് പൊസിഷൻ മാറിയതാണ്. ഇത് അലൈൻമെൻറ്റിലൂടെ ക്ലിയർ ആക്കാനുണ്ട്. ഞാൻ പിന്നെ അലൈൻമെൻറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിപ്പറിൻ്റെ ക്യാപ്പ് പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് വീലഴിച്ചിട്ട് ആ ഒരു കാലിപ്പറിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പൂരമാണ് ഇന്ന്, ഉത്രാളിക്കാവ് പൂരമാണ്. അത്യാവശ്യം ഫേമസ് പൂരമാണ്, അത്യാവശ്യം പേര് അറിയുന്നൊരു പൂരമാണ്. അത്യാവശ്യം ഒരുപാട് നാട്ടിൽ നിന്ന്
ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യുന്നൊരു പൂരവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് എൻട്രി ഉണ്ടാവില്ല. നമുക്ക് പിന്നെ വെഹിക്കിൾ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും നമ്മൾ ഇറങ്ങണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ തിക്കുന്നേരൊക്കെയാവും. വണ്ടിമേ കണ്ട ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് അതൊക്കെ പാർക്കിംഗ് ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ടാവും നമ്മുടെ ഉത്രാളിക്കാൻ്റെ അടുക്ക്. സോ അങ്ങോട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടൊക്കെ പോയിട്ടാണ് പൂരം കാണുക. അതേപോലെ തന്നെ അപ്പുറത്തും നേരെ അപ്പുറത്ത് വരുന്നവരും ഇതേപോലെ 2, 3, 4 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നടന്നു വന്നിട്ട് പൂരം കാണുകയാണ് ചെയ്യാറ്. അത്രയും ബ്ലോക്കും വണ്ടിയോട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാറില്ല ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല വണ്ടി എടുത്തിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും പൂരത്തിന് പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിട്ട് അങ്ങോട്ടൊന്നും നടക്കാറുള്ളതാണ്. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇറങ്ങണില്ല. കാരണം സിവിക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ തിക്കും തിരക്കും ബഹളവും അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ അറിയാതെ വേണച്ചിട്ട് സ്ക്രാച്ച് ആക്കില്ല, അറിയാതെ സ്ക്രാച്ച് ആവാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഒക്കെ ഫുള്ള് വണ്ടികൾ പാർക്കിയിട്ടേക്കണ്ട. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് എത്രത്തോണ്ട് മെയിൻ്റനൻസ് നമുക്ക് വരുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ മെയിൻ്റനൻസ്, എങ്ങനെയാണ് ചിലവ് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ സിവിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യമുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളത് 10,000 കിലോമീറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ ഓയിലും ഫിൽറ്ററും ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് നോക്കുന്നുണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ വരില്ല നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യുക, ഓയിലും ചേഞ്ച് ചെയ്യുക യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ പണിയും കാര്യങ്ങളൊക്കെ വരിക. പാർട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു വണ്ടീനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ പാർട്സിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. ബീഡിങ്ങോള് കാര്യങ്ങൾ അതൊക്കെ ഒറിജിനൽ നമ്മൾ കമ്പനി സാധനം ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് ഐറ്റംസിനൊക്കെ. അവിടെ നോക്കി അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ട്. ആ റോട്ടിൽ കൂടെ നമുക്ക് എൻട്രൻസ് ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ആ തിരക്കിലേക്ക് പോകണ്ട. നമുക്ക് പാസ്സുള്ള നമുക്ക് പോകാൻ പറ്റും. പക്ഷെ എന്തായാലും നമുക്ക് ആ തിരക്കിലേക്ക് പോകണ്ട. നമുക്ക് വടക്കാഞ്ചേരി പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ആ പോലീസ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട് ചെയ്യുന്നതാണ്ട. സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റിയാക്ഷനും കാര്യങ്ങളും കിട്ടും. കാരണം അത്രയും ആൾക്കാർ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ലോഡായിട്ട് പോകുമ്പോൾ നല്ല റിയാക്ഷൻ കിട്ടും. എന്തായാലും നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. കാരണം ചിലപ്പോൾ അങ്ങോട്ട് പോയി ഇപ്പോൾ 4:45 ചിലപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ബ്ലോക്കിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പറക്കാനുള്ള സമയം 6:30 ആ സമയത്ത് നമുക്ക് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാഞ്ഞത്, ഇങ്ങോട്ട് വന്നത് കേട്ടോ. മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് വരുന്നത് സ്റ്റിയറിംഗ് ബോക്സ് ആണ് മെയിൻ കംപ്ലയിൻറ്റ് വരിക. അത് മെയിൻ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ഈ സിവിക്ക് പോലത്തെ വണ്ടികൾ പിള്ളേർ എടുക്കുമ്പോൾ മെയിനായിട്ട് വീൽസ് ചേഞ്ച് ആക്കും. വീൽസ് ചേഞ്ച് ആക്കിയിട്ട് നല്ല വെയിറ്റുള്ള വീൽ ഇടുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലയിൻറ്റ് വരിക, ലീക്ക് വരിക, റാക്ക് കംപ്ലയിൻറ്റ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഓവറായിട്ട് വെയിറ്റ് വരുന്ന വീൽസ് ഇടുമ്പോഴാണ് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരാറ്. അപ്പോൾ പരമാവധി ആ കംപ്ലയിൻറ്റ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീലിടുമ്പോൾ ലൈറ്റ് വെയിറ്റ് വീലിടാം. ലൈറ്റ് വെയിറ്റ് ഒറിജിനൽ വീൽസ്, ഫോർജറി വീൽസ് കിട്ടും. കുറച്ച് പ്രൈസ് ആവും, പക്ഷെ എന്നാലും ഒറിജിനൽ വീൽസ് ഇടുമായിരിക്കും എപ്പോഴും ബെറ്റർ. സിവിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം സ്റ്റിയറിംഗ് ബോക്സ് ആണ്. കാരണം ഒരുവിധമുള്ള എല്ലാ വണ്ടിക്കും സ്റ്റിയറിംഗ് ബോക്സ് ലീക്ക് ഉണ്ടാവും, കംപ്ലയിൻറ്റ് ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ അത് റീകണ്ടീഷൻ ചെയ്യാൻ നമുക്ക് അറൗണ്ട് ഒരു 6,000 to 8,000 ഉള്ളിൽ നമുക്ക് ഫുള്ള് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗ് ബോക്സ്. പക്ഷേ പിന്നെയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം 8 മാസമൊക്കെയാണ് ഈ ഒരു വീൽസ് ഇട്ടിട്ട് നമുക്കൊരു വെയിറ്റുള്ളൊരു വീൽ ഇട്ടിട്ട് നമുക്കത് ഓടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ലീക്കും കാര്യങ്ങളും വരാം. പിന്നെ ഓരോരുത്തരുടെ ഡ്രൈവ് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കംപ്ലയിൻറ്റ്സ് മൊത്തം വരുന്നത്. പിന്നെ എൻ്റെ വണ്ടിയിൽ പിന്നെ ഞാൻ വരുമ്പോൾ അല്ലറ ചില്ലറ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി യൂസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കംപ്ലയിൻറ്റ് വരും. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പഴക്കമുള്ള വണ്ടിയാണല്ലോ. നമുക്ക് വണ്ടി അങ്ങനെ ഇടുമ്പോൾ എങ്ങനെയും ചിലപ്പോൾ ചെറിയ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയൊരു ഒച്ചപ്പാട് വരിക, ചെറിയൊരു സൗണ്ട് വരിക, ചിലപ്പോൾ അത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, ചിലപ്പോൾ ചില പാർട്സ് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള മെയിൻ്റെനൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ സിവിക്കിന് വരുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യമാണ് പിന്നെ മെയിനായിട്ട് സിവിക്കിൽ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട ആയിട്ടുള്ളത്. അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലച്ച് ലോഡ് ചെയ്തിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന കംപ്ലയിൻ്റ് ആണ് നമ്മുടെ ഈ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ്. ഓക്കെ,
അത് ഓരോരുത്തരുടെ ഡ്രൈവ് പോലെയാണ് ക്ലച്ചിൻ്റെ ലൈഫും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ക്ലച്ച് മാറ്റിയിട്ട് ഏകദേശം 1.5 കൊല്ലത്തോളമായി. 1.5 കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ അടുത്ത് ക്ലച്ച് മാറ്റിയത്. അത് ഇതേപോലെ ഇങ്ങനെ കുറച്ചിൽ വന്നിട്ടാണ് ഞാൻ ആ ക്ലച്ച് ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ പുതിയ ക്ലച്ചാണ് എടുക്കുന്നത്. നമ്മൾ പരമാവധി ക്ലച്ച് ലോഡ് ചെയ്യാതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ലൈഫ് ക്ലച്ചിന് കിട്ടും. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഉള്ള വണ്ടികൾക്ക് നമുക്ക് മെയിനായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയോണ്ടിരിക്കുമ്പോൾ പിള്ളേരാരെങ്കിലും പൊട്ടിക്കാൻ പറയുക, അതല്ലെങ്കിൽ ഇതേപോലെ ആൾക്കാരാരെങ്കിലും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലുള്ളത് നമ്മൾ ക്ലച്ച് പിടിച്ച് ചവിട്ടിയിട്ട് ത്രോട്ടിൽ കൊടുക്കും. അപ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അങ്ങനെയും ക്ലച്ച് കരിയാനുള്ള സാധ്യത ഉണ്ട്. സോ ഇങ്ങനെയാണ് മെയിനായിട്ട് സിവിക്കുകൾക്ക് പിന്നെ ബേൺ ഔട്ട് ചെയ്യുക. സിവിക്കൊക്കെ ബേൺ ഔട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം ഫ്രണ്ട് വീല് ഹാൻഡ് ബ്രേക്ക് പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വീലിൽ നല്ല അടിപൊളിയായിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും സിവിക്കിന്. സോ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരുന്നതാണ് ക്ലച്ചിന്. പിന്നെ മെയിൻലി കംപ്ലയിൻറ്റ് വരാനൊന്നുമില്ല. ഇനി പറഞ്ഞ പോലെ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്, നമ്മൾ ഒരുപാട് പൊട്ട് വരുമ്പോൾ എഞ്ചിനെ ഏൽക്കുമ്പോൾ എഞ്ചിൻ്റെ മൗണ്ടിങ് ബുഷ് വരുന്നുണ്ടല്ലോ, അത് കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യണോണ്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് മാത്രമാണ്. ഒരിക്കലും നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ഒരു സിവിക്ക് എന്നുള്ള ലെവലിക്ക് ഒരു പ്രശ്നവും വരാനില്ല. വണ്ടി പക്കയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ്റെനൻസ്. ഇതാണ് മെയിനായിട്ട്. എനിക്ക് ഒരു പ്രാവശ്യം സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഫുള്ള് പണിതു. പിന്നെ ക്ലച്ച് ഈ പറഞ്ഞ പോലെയാണ് ഒരു പ്രാവശ്യം ഞാൻ മാറ്റി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. അതുപോലെ എഞ്ചിൻ്റെ മൗണ്ടിങ്ങും ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് ഇത്രയും കാലമായതിൻ്റെ പേരിൽ ഞാൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഗ്യാസ് കിറ്റോൾ ഉണ്ടല്ലോ, എഞ്ചിൻ്റെ ഗ്യാസ് കിറ്റോൾ മൊത്തം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാസ് കിറ്റ് വരുന്നുണ്ട്, അത് മൊത്തം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഓയിലൊക്കെ കറക്റ്റ് മാറ്റി കറക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്, ഒരു പ്രശ്നങ്ങളും വരാനില്ല. പിന്നെ ഓവറായിട്ട് മെയിൻ്റെനൻസ് ഒന്നും പറയാനില്ല, നോർമലാണ്. നോർമൽ ഒരു വണ്ടി കൊണ്ടു നടക്കുന്ന പോലെയാണ്. പക്ഷേ നോർമൽ വണ്ടീനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്സിന് പ്രൈസ് കൂടുതലാണ്, എന്നാലും പക്കയാണ് സിവിക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സിവിക്ക് എടുക്കുന്ന ഒരാൾ എന്ന ലെവലിക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹെഡ് ഗ്യാസ് കിറ്റ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഹീറ്റ് ഓവറായിട്ട് കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് മെയിനായിട്ട് നോക്കണം. സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോയ്സ് വരും, ഒരു തരം മൂളൽ വരും. അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ഒക്കെ തന്നെ ഒരു ടക്ക് സൗണ്ട് ഉണ്ടാവും, അപ്പോൾ റാക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ആക്സിൽ ചെക്ക് ചെയ്താൽ മതി. ആക്സിൽ ചെക്ക് ചെയ്യണം നല്ലതാണ്. പക്ഷേ ആക്സിലൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ റീകണ്ടീഷൻ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ പൈസ 1000-1500 രൂപക്കൊക്കെ ഫുള്ള് റീകണ്ടീഷൻ ചെയ്ത് തരും ആക്സിലൊക്കെ. അത് അത്യാവശ്യം ലൈഫ് കിട്ടും ചെയ്യും. പിന്നെ ബെയറിങ്ങുകൾ കാര്യങ്ങൾ, വീൽ ബെയറിങ്, അപ്പോൾ ഞാൻ ഈ കൂടുതലായിട്ട് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് മെയിൻ്റനൻസ് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇതുപോലെ ഡ്രൈവ് വീഡിയോസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ഇടാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പൂരത്തിൻ്റെ ഇടയ്ക്ക് പോകണില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നോമ്പറക്കാൻ തിരിച്ച് എത്തില്ല വീട്ടിലോട്ട്. കാരണം എന്താ വെച്ചാൽ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ലേറ്റ് ആവും. സോ അതുകൊണ്ട് ഞാൻ പൂരത്തിൻ്റെ ഇടയ്ക്ക് പോകണില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വേണ്ട റിയാക്ഷൻസ് വേണ്ട, ആൾക്കാർ നോക്കണം കേട്ടോ. ഇതൊക്കെ വണ്ടി കണ്ടിട്ട് നോക്കണം കേട്ടോ. ഒരുപാട് റിയാക്ഷൻസ് കിട്ടും അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട്. എനിക്കൊരു വ്ളോഗ് അങ്ങനെ റിയാക്ഷന് മാത്രമായിട്ടൊരു വ്ളോഗ് അങ്ങനെ എനിക്ക് പൂരത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. പാസ്സുള്ള വണ്ടികൾ മാത്രമായിട്ട് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. വേറെ ആരും വന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു ഡ്രൈവ് എന്നുള്ള ലെവലിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പിന്നെ അധികം ലാഗാക്കിയിട്ട് ബോറടിപ്പിക്കണില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇതേപോലെ വണ്ടിപരമായിട്ടുള്ള ഡൗട്ട് കാര്യങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, വേണ്ട പിള്ളേർ നോക്കുന്നുണ്ടോ വണ്ടി കണ്ടിട്ട്? വേണ്ട ഇതേപോലെ ഒരുപാട് റിയാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ. പക്ഷെ പോയാലൊക്കെ ആവും അങ്ങനെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.